ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ അധികം ആരും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു റെസിപ്പിയാണ്. മറ്റൊന്നല്ല, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഏത് നേരം കഴിക്കാൻ പറ്റുന്ന വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണോളമുള്ള ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. 1-1.5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ചെറു ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ കുഴയ്ക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചപ്പാത്തി ഒരിക്കലും സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെറു ചൂടുവെള്ളമുള്ള വെള്ളം എടുക്കാൻ നോക്കുക കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളത്തിനൊരു അളവ് ഞാൻ പറയുന്നില്ല, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടൊന്ന് കൊണ്ടുവരണം. മാവ് ഇവിടെ കുഴച്ച് വന്നിട്ടുണ്ട്. മാവ് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടി വെക്കണം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വെക്കാൻ തീർച്ചയായും നോക്കണം. ഇതൊക്കെ നമ്മുടെ ഒരു ചപ്പാത്തി നന്നായിട്ട് സോഫ്റ്റായി വരുന്നതിൻ്റെ ചെറിയ ചെറിയ ടിപ്പുകളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനതൊരു പാനിൽ വെച്ച് ഫ്രൈങ് പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ വീർത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ ഇത് ഇങ്ങനെ വീർത്ത് വരുമ്പം അതിനർത്ഥം നമ്മുടെ ചപ്പാത്തി ഉള്ളൊക്കെ നന്നായിട്ട് എയറൊക്കെ കടന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ കാണിച്ച കൊച്ചു കൊച്ചു ടിപ്പുകളും കൂടെ, അതായത് ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുക, അതുപോലെ ഒരു 5 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തെന്നാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എത്ര നേരം വേണമെങ്കിലും ഇരുന്നാലും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് റോൾ ചെയ്തിട്ട്, നമുക്ക് എല്ലാം കൂടെ റോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ റോൾ ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ഇതിൽ നിന്ന് 2 ചപ്പാത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് റോൾ ചെയ്ത് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുറിച്ചെടുക്കുന്തോറും നമുക്ക് നല്ല നീളത്തിൽ, നൂഡിൽസൊക്കെ പോലെ നല്ല നീളത്തിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 ചപ്പാത്തി എടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് ഏറ്റവും കനം കുറച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അരിയാൻ പറ്റുന്നോ അത്രത്തോളം കനം കുറച്ച് അരിയുക. എങ്കിലാണ് നമുക്ക് ഒത്തിരി എണ്ണത്തിലും നല്ല നീളത്തിലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കണക്കിന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഒരുമിച്ച് ഞാൻ ആദ്യം ഒന്ന് ക്ലിയറായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 ചപ്പാത്തി ഒന്ന് ആദ്യമേ മുറിച്ചത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 6-7 ചപ്പാത്തിക്ക് ഒരുമിച്ച് നമുക്ക് അടുക്കി ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് മുറിച്ചെടുക്കാം. നമ്മളിൽ പല ആൾക്കാരും ചപ്പാത്തിയൊക്കെ എന്നും കഴിച്ച് മടുക്കുന്നവരാണ്. ചപ്പാത്തിയാണ് നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരു ഭക്ഷണമാണ് ചപ്പാത്തി എന്ന് പറയുന്നത്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന എന്തും നമ്മൾ ഹെൽത്തി ആയിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു ചപ്പാത്തി എപ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ കഴിച്ചോളണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്ക് വലിയവർക്ക് ആവശ്യത്തിന് 1-2 ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് നല്ല ഇഷ്ടമുള്ള പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു ചപ്പാത്തിയുടെ നൂഡിൽസ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് നൂഡിൽസ് ആണെന്നാണ് തോന്നുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം കനം കുറച്ച് അരിയാൻ പറ്റുന്നോ അത്രത്തോളം കനം കുറച്ച് അരിയുക. അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ കൈ വെച്ച് നമ്മളൊന്ന് വിടർത്തി അല്ലെങ്കിൽ അടർത്തി ഇങ്ങനെ എടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്താൽ മതി. അത് താനെ അങ്ങ് ഊരിപ്പോകുന്നോളും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഒരു സൂപ്പർ വിഭവമാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂണോളമുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1 പച്ചമുളക്, ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കഴിയുമ്പം കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കത് ഇതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ
ഞാനൊരു അര സവോള മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവോള കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാൻ ഇതിനകത്ത് സവോള കുറച്ചും പച്ചക്കറികൾ കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ സവോളയൊക്കെ ഒന്ന് 1 മിനിറ്റോളം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പോളമുള്ള ക്യാരറ്റ്, 1/4 കപ്പോളമുള്ള ക്യാപ്സിക്കം, 1/4 കപ്പോളമുള്ള നീളത്തിലരിഞ്ഞിട്ട് ചെരിച്ചരിഞ്ഞിട്ടുള്ള ബീൻസ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാബേജൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതൊരു നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചപ്പാത്തിക്കകത്ത് ഉപ്പ് ചേർത്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് അതനുസരിച്ച് ഇവിടെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഉപ്പായി പോകും, ചപ്പാത്തിയുടെ ഉപ്പും ഇതിലത്തെ ഉപ്പെല്ലാം കൂടെ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 1.5 മിനിറ്റോളം ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും മതിയാവും. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണോളമുള്ള ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ സോസൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം പതുക്കെ ലോയിലോട്ട് മാറ്റാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് 1 ടീസ്പൂണോളമുള്ള സോയാ സോസ്, ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഏത് ലൈറ്റ് ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാപ്പം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ കുരുമുളക് പൊടി നമ്മളൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ കെച്ചപ്പ് ടൊമാറ്റോ സോസ് വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ ഒത്തിരി അങ്ങ് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തി നൂഡിൽസ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് സെലറി ഉണ്ടെന്നുണ്ടെങ്കിൽ സെലറി ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എങ്കിലാണ് നമുക്കൊരു ചൈനീസ് രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു മെത്തേഡാണ്, ഇതുപോലെ തന്നെ ചെയ്യണം എന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സവോള, തക്കാളി, നമ്മൾ ചിക്കൻ കറിക്കൊക്കെ മസാല ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി അതിനകത്ത് അല്പം വെള്ളമൊക്കെ വെച്ച് ഒഴിച്ച് ഒരു ഗ്രേവി പോലെ എടുത്ത് അതിനകത്ത് ഈ ഒരു ചപ്പാത്തി നൂഡിൽസ് ഇട്ട് കൊടുത്തെന്നാലും നല്ല സ്വാദാണ് കേട്ടോ. ഇതാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഇഷ്ടത്തോടെ കൂടെ കഴിച്ചോളും എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു സൂത്രം കാണിച്ചത്. ഇനി നമുക്കിതുമ്മേ ഞാൻ അല്പം സെലറി ഇല്ലാത്തതുകൊണ്ട് സ്പ്രിംഗ് ഓണിയനാണ് ചേർക്കുന്നത്. സെലറി ചേർക്കുവാണെങ്കിൽ സൂപ്പറാണ്. സ്പ്രിംഗ് ഓണിയന് എനിക്ക് ഇതിന് വലിയ മണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും സെലറിക്കാണ് ഇച്ചിരി കൂടെ സ്മെല്ല് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ സ്പ്രിംഗ് ഓണിയനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കിക്കാൻ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.